ഇപ്പോൾ MP ശിവദാസൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, നമുക്ക് കേൾക്കാൻ കഴിയുന്ന, നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്തകളിൽ നിന്ന് കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും ഒപ്പം രാഹുൽ ഗാന്ധിയും അയോധ്യ സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് BJPക്ക് വീണ്ടും അയോധ്യ ക്ഷേത്രം ഒരു പ്രചരണായുധമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ കാരണമാകുന്നോ എന്ന ഒരു സംശയത്തിലേക്ക്, ആശങ്കയിലേക്ക് രാജ്യത്തെ മതേതര ചിന്താഗതിക്കാർ എത്തുന്നു എന്നുള്ളതാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഒരു തോന്നൽ. ശ്രീ ശിവദാസ്, കോൺഗ്രസ് RSSന്റെ രാഷ്ട്രീയത്തെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചർച്ചയായി വരുന്ന വിലവർദ്ധനവും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള രൂക്ഷമായ വിഷയങ്ങൾ അത് മാറ്റി അതിന്റെ സ്ഥാനത്ത് മതത്തെയും അമ്പലത്തെയും പ്രതിഷ്ഠിക്കാനാണ് RSSും BJPയും ശ്രമിക്കുന്നത്. അതിനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാണേണ്ടുന്ന കാര്യം, ബാബരി പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയുന്നതിന് ഞാൻ വെള്ളി ഇഷ്ടിക കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നേതാവിന്റെ പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾ RSSന്റെ ഈ സംഘടനയ്ക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ആ കോൺഗ്രസ് ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഒരു ശരിയായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി എന്നുള്ളത് ഈ രാജ്യത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളുടെ പാർട്ടിയായി കോൺഗ്രസിനെ മുമ്പിൽ വെക്കുന്ന ഒരാളല്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചെയ്യുന്ന എന്താ, അവരുടെ കുടുംബ ബിസിനസ് പോലെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം എന്താ, BJPക്കെതിരാണോ? BJPയുടെ രാഷ്ട്രീയത്തിനെതിരാണോ? അവര് നടത്തിയ പ്രസംഗം, രണ്ടുപേരും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും നടത്തിയ പ്രസംഗം പിണറായി വിജയനെതിരായിട്ടാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് BJP അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുക. ഇതേ ചോദ്യം ഡൽഹിയിൽ ഇവർ ചോദിക്കുകയുണ്ടായി. കേജ്രിവാൾ അറസ്റ്റ് ചെയ്ത് കേജ്രിവാൾ ജയിലിൽ കിടക്കുകയാണ്. ഇന്ത്യയിൽ 2 മുഖ്യമന്ത്രിമാർ ആയിട്ട് ആളുകൾ ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൂടി ജയിലിലടക്കുന്നതിന് BJPക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒക്കെയാണ് ഇവർ ശ്രമിക്കുന്നത്. നോക്കൂ, എങ്ങനെയാണ് ഒരു ദേശീയ നേതാവായിട്ടുള്ള ഒരാൾക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കാൻ കഴിയുക? ഇപ്പൊ ഇവർ കാണുന്ന എന്താണ്, യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് വല്ലതും കിട്ടുമോ സീറ്റ് എന്ന് നോക്കാനാണ്. കോൺഗ്രസ് ബഹുജനങ്ങളിൽ നിന്ന് കേരളത്തിൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വേദന ഈ രാജ്യം എക്കാലത്തും, ഈ രാജ്യത്തിന്റെ ഹൃദയത്തിൽ എക്കാലത്തും ഒരു നീറുന്ന ഓർമ്മയായി, മുറിവായി നിൽക്കുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് BJP അമ്പലത്തെ, മതത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള, അതിനെ പിന്തുണക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നാം കാണുന്നത്. കോൺഗ്രസ് വീണ്ടും വീണ്ടും ബഹുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതിനാണ് ഇത് ഇടയാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് പോലും വരാൻ സമയമില്ലാത്ത ആളുകൾക്ക്, ഇപ്പോ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആള് ഈ ദിവസങ്ങളിൽ ഇവിടെ ഇല്ല, രാഹുൽ, എന്നിട്ട് അതിനുപോലും വരാൻ സമയമില്ലാത്ത ആള് മറ്റു ചില സ്ഥലങ്ങളിൽ പോകുന്നുവെന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന മെസ്സേജ് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. ശ്രീ ശിവദാസ്, മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം അമേഠിയിൽ റോബർട്ട് വാദ്ര തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റോബർട്ട് വാദ്ര അത്തരത്തിലൊരു ബോർഡ് വെക്കുമോ? അതായത് ശരിക്കും ഒരു കോൺഗ്രസിൻ്റെ അകത്ത് ഒരു വലിയ ആഭ്യന്തര സംഘർഷം, പ്രത്യേകിച്ച് നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ റോബർട്ട് വാദ്ര എന്ന് പറയുന്നത് DLFന് വേണ്ടി ബോണ്ട് BJPക്ക് നൽകിയ ഒരാളാണ്. BJPയുടെ കാരുണ്യത്തിൽ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ഒരാളാണ്. അത്തരം ഒരാൾ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം മോഹിച്ച് അവിടെ ബോർഡടക്കം വെക്കുന്നത്? ശരിക്കും BJPയുടെ ഒരു വലിയ പിന്തുണ ഈ റോബർട്ട് വാദ്രയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ കഴിയുമോ? നിങ്ങൾ കാണേണ്ടത്, രാഹുൽ ഗാന്ധിയുടെ അളിയന്റെ ചെലവിലാണ് വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് വാഹനത്തിന് പെട്രോൾ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തുന്നതിന്റെ ചെലവ് സോണിയാഗാന്ധിയുടെ മരുമകന്റെ ചെലവിലാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല.
കാരണം 170 കോടി രൂപയാണ് DLF BJPക്ക് സംഭാവന കൊടുത്തിട്ടുള്ളത്. രാഹുൽ, എനിക്ക് പണമില്ല, എനിക്ക് തെരഞ്ഞെടുപ്പിന് യാത്ര ചെയ്യാൻ വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ പ്രയാസപ്പെടുകയാണ് എന്ന് നിലവിളിച്ച് കരയുമ്പോഴാണ് DLF 170 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി നൽകിയിട്ടുള്ളത് എന്നുള്ളത് വിസ്മരിച്ച് പോകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അമേത്തിയിൽ ആര് മത്സരിക്കും, ആര് മത്സരിക്കില്ല എന്നുള്ളതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന്റെ അനുഭവം അവർക്കുണ്ടല്ലോ. അപ്പോൾ ഈ തവണ രാഹുൽ വേണോ വാദ്ര വേണോ എന്നുള്ളതൊക്കെ അവർക്ക് നിശ്ചയിക്കാം. പക്ഷേ DLFന് 170 കോടി സംഭാവന കൊടുത്തു, DLF 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത് എന്റെയും നിങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം BJPക്ക് ഒപ്പം നിൽക്കാൻ എനിക്ക് മടിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് DLFനെ നയിക്കുന്ന ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ് കാണേണ്ടുന്ന കാര്യം. നന്ദി ശ്രീ ശിവദാസൻ MP ഇക്കാര്യത്തിൽ പ്രതികരിച്ചതിന്.